ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് ലോഗോസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാർ 21-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 21-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25 വാക്യങ്ങൾ. 2. ന്യായാധിപന്മാർ 21-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? ഉത്തരം ബെഞ്ചമിൻ്റെ നിലനിൽപ്പ്. 3. ഇസ്രായേൽക്കാർ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത് എവിടെ വച്ചാണ്? ഉത്തരം മിസ്പായിൽ വച്ച്. 4. മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത് ആരാണ്? ഉത്തരം ഇസ്രായേൽക്കാർ. 5. ഇസ്രായേൽക്കാർ മിസ്പായിൽ വച്ച് ചെയ്ത ശപഥം എന്തായിരുന്നു? ഉത്തരം നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന്. അങ്ങനെയാണ് അവർ ശപഥം ചെയ്തത്. 6-ാമത്തെ ചോദ്യം: ഇസ്രായേൽക്കാർ അവരുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ശപഥം ചെയ്തത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. 7. ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം ബഥേലിൽ വന്നു. 8. ഇസ്രായേൽക്കാർ ബഥേലിൽ വന്ന് എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം സായാഹ്നം വരെ. 9-ാമത്തെ ചോദ്യം: ഇസ്രായേൽക്കാർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ എവിടെയാണ് ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം ദൈവസന്നിധിയിൽ. 10. ഇസ്രായേൽക്കാർ ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ എപ്രകാരമാണ് കരഞ്ഞത്? ഉത്തരം ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. 11. ഇസ്രായേൽക്കാർ ദൈവസന്നിധിയിൽ എന്തു പറഞ്ഞാണ് ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? 12. ഇസ്രായേലിൽ എന്ത് ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട് എന്നാണ് ഇസ്രായേൽക്കാർ ദൈവസന്നിധിയിൽ കരഞ്ഞത്? ഉത്തരം ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം. 13. ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം എന്ത് വന്നു ഭവിച്ചത് എന്തുകൊണ്ട് എന്നാണ് ഇസ്രായേൽക്കാർ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കരഞ്ഞത്? ഉത്തരം നാശം വന്ന് ഭവിച്ചത് എന്തുകൊണ്ട് എന്ന്. 14. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചത് ആരാണ്? ഉത്തരം ജനം. 15. ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ഏതെല്ലാം ബലികളാണ് അർപ്പിച്ചത്? ഉത്തരം ദഹനബലികളും സമാധാന ബലികളും. 16. 21:5 പ്രകാരം ഇസ്രായേൽ ഗോത്രക്കാർ തിരക്കിയത് എന്താണ്? ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതാണ് എന്ന്. 17.
മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത്? ഉത്തരം കൊന്നുകളയണമെന്ന്. 18. മിസ്പായിൽ എവിടെ വരാത്തവനെ കൊന്നുകളയണമെന്നാണ് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത്? ഉത്തരം കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ. 19. മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത് ആരാണ്? ഉത്തരം ഇസ്രായേൽക്കാർ. 20. 21:6 പ്രകാരം ഇസ്രായേലിന് അനുകമ്പ തോന്നിയത് ആരോടാണ്? ഉത്തരം തങ്ങളുടെ സഹോദരഗോത്രമായ ബെഞ്ചമിനോട്. 21. തങ്ങളുടെ സഹോദരഗോത്രമായ ബെഞ്ചമിനോട് അനുകമ്പ തോന്നിയ ഇസ്രായേൽ എന്താണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു എന്ന്. 22. ഇസ്രായേൽക്കാർ എന്തുകൊണ്ടാണ് തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻകാർക്ക് ഭാര്യയായി കൊടുക്കാത്തത്? ഉത്തരം ഇസ്രായേൽക്കാർ തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യയായി കൊടുക്കുകയില്ല എന്ന് കർത്താവിൻ്റെ മുൻപിൽ ശപഥം ചെയ്തിരുന്നതുകൊണ്ട്. 23. 21:8 പ്രകാരം ഇസ്രായേൽ ഗോത്രം തിരക്കിയത് എന്താണ്? ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രം ഉണ്ടോ എന്നാണ് അവർ തിരക്കിയത്. 24. സമ്മേളനത്തിൽ സന്നിഹിതരാകാതിരുന്ന ഗോത്രം ഏതാണ്? ഉത്തരം യാബേഷ് ഗിലെയാദ്. 25. ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഏത് നിവാസികളിൽ നിന്നാണ് ഒരുവൻ പോലും സന്നിഹിതരാകാതിരുന്നത്? ഉത്തരം യാബേഷ് ഗിലെയാദ് നിവാസികളിൽ നിന്ന് ഒരാൾ പോലും. 26. യാബേഷ് ഗിലെയാദിലെ നിവാസികളെ വാളിനിരയാക്കുന്നതിന് വേണ്ടി യുദ്ധവീരന്മാരായ എത്ര ആളുകളെയാണ് അവിടേക്ക് നിയോഗിച്ചത്? ഉത്തരം 12,000 ആളുകളെ. 27. യുദ്ധവീരന്മാരായ 12,000 ആളുകളെ യാബേഷ് ഗിലെയാദിലേക്ക് നിയോഗിച്ചുകൊണ്ട് സമൂഹം അവരോട് കൽപ്പിച്ചത് എന്താണ്? ഉത്തരം സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലെയാദിലെ നിവാസികളെ വാളിനിരയാക്കുക എന്ന്. 28. എവിടത്തെ നിവാസികളെ വാളിനിരയാക്കുക എന്നാണ് സമൂഹം കൽപ്പിച്ചത്? ഉത്തരം യാബേഷ് ഗിലെയാദിലെ നിവാസികളെ. 29. യാബേഷ് ഗിലെയാദിലെ നിവാസികളിൽ ആരെയെല്ലാം എന്ത് ചെയ്യുവാനാണ് സമൂഹം കൽപ്പിച്ചത്? ഉത്തരം എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ച് കളയുക എന്ന്. 30. യാബേഷ് ഗിലെയാദിലെ നിവാസികളിൽ പുരുഷനെ അറിയാത്ത എത്ര കന്യകമാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 400 കന്യകമാർ. 31. യാബേഷ് ഗിലെയാദിലുണ്ടായിരുന്ന ആ 400 കന്യകകളുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം അവർ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തവരായിരുന്നു. 32. 21:12 പ്രകാരം യാബേഷ് ഗിലെയാദിലുണ്ടായിരുന്ന
ആ 400 കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലുള്ള പാളയത്തിലേക്ക്. 33 21:13 പ്രകാരം സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആണ് ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തിയത്? ഉത്തരം റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്ത്. റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്ത് ആളയച്ചാണ് സമാധാന പ്രഖ്യാപനം നടത്തിയത്. 34 സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് എന്താണ് നടത്തിയത്? ഉത്തരം സമാധാന പ്രഖ്യാപനം. 35 റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്ത് ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ഉത്തരം സമൂഹം മുഴുവൻ. 36 റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്ത് സമൂഹം മുഴുവൻ ആളയച്ച് നടത്തിയത് എന്താണ്? ഉത്തരം സമാധാന പ്രഖ്യാപനം. 37 യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ ആർക്കാണ് ഭാര്യമാരായി കൊടുത്തത്? ഉത്തരം റിമ്മോൺ പാറയിൽ നിന്നും തിരിച്ചു വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. 38 ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട്. 39 ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് എന്താണ് സൃഷ്ടിച്ചത്? ഉത്തരം ഒരു വിടവ്. 40 ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. 41 ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. 42 ബെഞ്ചമിൻ ഗോത്രത്തിൽ അറ്റുപോയത് ആരാണ്? ഉത്തരം സ്ത്രീകൾ. 43 ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ എന്ന് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടി. 44 ഇസ്രായേൽ പുത്രിമാരെ ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല എന്ന് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുവാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുള്ളതുകൊണ്ട്. 45 ഇസ്രായേൽ ജനത്തിൻ്റെ ശപഥം എന്തായിരുന്നു? ഉത്തരം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കും എന്ന്. 46 ബഥേലിന് വടക്കും ബഥേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബാനോയ്ക്ക് തെക്കും ഉള്ള ഷീലോയിൽ വർഷം തോറും എന്താണ് ആഘോഷിച്ചിരുന്നത്? ഉത്തരം കർത്താവിൻ്റെ ഉത്സവം.
47 കർത്താവിൻ്റെ ഉത്സവം ആഘോഷിച്ചിരുന്നത് എവിടെയാണ്? ഉത്തരം ഷീലോയിൽ. 48 21 20 പ്രകാരം എവിടെ പതിയിരിക്കുവാനാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻകാരോട് നിർദ്ദേശിച്ചത്? ഉത്തരം മുന്തിരി തോട്ടങ്ങളിൽ. 49 സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ മുന്തിരിത്തോട്ടങ്ങളിൽ പോയി പതിയിരിക്കുവാൻ നിർദ്ദേശിച്ചത് ആരോടാണ്? ഉത്തരം ബെഞ്ചമിൻകാരോട്. 50 ആര് നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്നും പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവാനാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം ഷീലോയിലെ യുവതികൾ. 51 ആര് പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് സമാധാനം പറഞ്ഞുകൊള്ളാമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം യുവതികളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ ഞങ്ങളെ സമീപിക്കുകയാണെങ്കിൽ. 52 യുവതികളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി സമീപിച്ചാൽ ഞങ്ങൾ എങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം അവരോട് ക്ഷമിക്കുവിൻ. യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല, കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു എന്ന്. 53 21 22 പ്രകാരം ക്ഷമിക്കുവാൻ പറയുന്നത് ആരോടാണ്? ഉത്തരം ബെഞ്ചമിൻ വംശജരോട്. 54 21 22 പ്രകാരം യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായിട്ട് സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, ആർക്കായിട്ട്? ഉത്തരം ബെഞ്ചമിൻ വംശജർക്കായിട്ട്. 55 നിങ്ങൾ സ്ത്രീകളെ അവർക്ക് കൊടുത്തതുമില്ല, കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആരാകുമായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം കുറ്റക്കാരാകുമായിരുന്നു എന്ന്. 56 ബെഞ്ചമിൻ ഗോത്രജർ ആരെയാണ് തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരായി പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളെ. 57 നൃത്തം ചെയ്യാൻ വന്ന യുവതികളെ പിടിച്ചുകൊണ്ടുപോയ ബെഞ്ചമിൻ ഗോത്രജർ എവിടെ ചെന്നാണ് വസിച്ചത്? ഉത്തരം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത്. 58 21 24 പ്രകാരം അവിടെ നിന്നും മടങ്ങിയ ഇസ്രായേൽ ജനം എവിടേക്കാണ് പോയത്? ഉത്തരം താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി. 59 21 25 പ്രകാരം അക്കാലത്ത് ഇസ്രായേലിൽ ഇല്ലാതിരുന്നത് ആരാണ്? ഉത്തരം രാജാവ്. 60 ഓരോരുത്തരും എല്ലാം ചെയ്തിരുന്നത് എപ്രകാരമാണ്? ഉത്തരം തനിക്ക് യുക്തമെന്ന് തോന്നുന്നത് പോലെ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് 21-ാം അധ്യായത്തിൽ നിന്നും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നല്ലവണ്ണം പഠിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.